Hello students, let's look into AS12 Government Grant Part 3. Part 1ലും Part 2ലുമായിട്ട് നമ്മൾ പഠിച്ചത് ഗവൺമെന്റ് ഗ്രാന്റ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് 3ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്തത് ചില കണ്ടീഷൻസ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കിട്ടിയ ഗവൺമെന്റ് ഗ്രാന്റ് ഗവൺമെന്റിന് റീഫണ്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പഠിച്ച പോയിന്റ്സ് പെട്ടെന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് ഗവൺമെന്റ് ഗ്രാന്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ അറിയണം. ഗവൺമെന്റ് ഗ്രാന്റിന്റെ ആദ്യത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ പഠിച്ചത് ഇതൊരു ഡിപ്രീഷ്യബിൾ അസറ്റ് ആയിരുന്നെങ്കിൽ 2 മെത്തേഡാണ് ഇതിലുള്ളത്. ഒന്ന്, ഡിപ്രീഷ്യബിൾ അസറ്റ് ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്യുമ്പോൾ ആ ഗവൺമെന്റ് ഗ്രാന്റ് അസറ്റിന്റെ കോസ്റ്റ് എന്ന് റെഡ്യൂസ് ചെയ്ത് കാണിക്കാം. രണ്ടാമത്തത്, ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഗവൺമെന്റ് ഗ്രാന്റ് ഒരു ഇൻകം ആയിട്ട് കാണിക്കാം. പക്ഷെ ഇൻകം ആയിട്ട് കാണിക്കുന്നത് റിസീവ് ചെയ്ത ഇയറിൽ ഫുള്ള് ഇൻകം കാണിക്കില്ല. റിസീവ് ചെയ്ത ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ബേസിസിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം കാണിക്കുക. ബാലൻസ് ഉള്ള ഗവൺമെന്റ് ഗ്രാന്റ് ഡെഫേർഡ് ഇൻകം ആയിട്ട് ബാലൻസ് ഷീറ്റിൽ ഒരു ലയബിലിറ്റി ആയിട്ട് കാണിക്കും. ഇതാണ് നമ്മൾ ഡിപ്രീഷ്യബിൾ അസറ്റിന്റെ കേസിൽ പഠിച്ചത്. രണ്ടാമത്തത് നമ്മൾ പഠിച്ചത് ഗവൺമെന്റ് ഗ്രാന്റ് റവന്യൂ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് കിട്ടുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാലറി കൊടുക്കാൻ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓർഗനൈസേഷന്റെ അടുത്ത് ഇനഫ് ക്യാഷ് ഇല്ലാത്ത സമയത്ത് ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് ഗ്രാന്റ് റിസീവ് ചെയ്യും. അതിന്റെ ട്രീറ്റ്മെന്റ് 2 രീതിയിലായിരുന്നു. ട്രീറ്റ്മെന്റ് 1, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് കുറച്ചിട്ട് വേണം ഈ ഗവൺമെന്റ് ഗ്രാന്റ് കാണിക്കാൻ. എന്നിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് മാത്രമേ P&L കാണിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P&L എക്സ്പെൻസ് കാണിക്കുക, അതേപോലെ തന്നെ ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് P&L ഈ ഗവൺമെന്റ് ഗ്രാന്റ് ഒരു ഇൻകം ആയിട്ട് കാണിക്കുക. ഇതാണ് നമ്മൾ പഠിച്ച മെത്തേഡ്. പിന്നെ മൂന്നാമത് നമ്മൾ പഠിച്ചത് ഗവൺമെന്റ് ചിലപ്പോൾ പ്രൊമോട്ടർ കോൺട്രിബ്യൂഷൻ ആയിട്ട് എമൗണ്ട് തരും. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഗവൺമെന്റ് ഗ്രാന്റ് തരുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിലോട്ട് ക്രെഡിറ്റ് ആണ് ചെയ്തിരുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പാർട്ട് 1ലും പാർട്ട് 2 ആയിട്ട് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിലും ആദ്യം നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ഗവൺമെന്റ് ഗ്രാന്റ് ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്തിരുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് 1 ആണ്. മെത്തേഡ് 1ല് ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്. മെത്തേഡ് 1 ആയിരുന്നു യൂസ് ചെയ്തിരുന്നെങ്കിൽ, മെത്തേഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്ത സമയത്ത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടാണ് കാണിച്ചത്. ഇപ്പൊ ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. കോസ്റ്റ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്തു, ഇപ്പൊ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് കോസ്റ്റിലോട്ട് ആഡ് ബാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ അസറ്റ് അതാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെയും എന്റെ നോട്ട്സിലും കാണിച്ചിരിക്കുന്നത്. റീഫണ്ട് ഓഫ് ഗവൺമെന്റ് ഗ്രാന്റ് ഒരു ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ മെത്തേഡ് 1 ആണ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്ത സമയത്ത് കോസ്റ്റ് കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യുമ്പോൾ കോസ്റ്റിൽ ആഡ് ബാക്ക് ചെയ്യണം. കോസ്റ്റിൽ ആഡ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അസറ്റ് ഡെബിറ്റ് ചെയ്യുന്നു, ഗവൺമെന്റ് ഗ്രാന്റ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് കാരണം ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നു. മെത്തേഡ് 2 ആണ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ, മെത്തേഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും വേറെ ഒരു പോർഷൻ ഗവൺമെന്റ് ഗ്രാന്റ് ഡെഫേർഡ് ഇൻകം ആയിട്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കും. ഇപ്പൊ ഗ്രാന്റ് റീഫണ്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ആയിട്ടാണ് റീഫണ്ട് ചെയ്യുന്നത്, ഇപ്പൊ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യണം. ഇനി എത്രയാണോ ബാലൻസ് ഷീറ്റിൽ ഡെഫേർഡ് ഗവൺമെന്റ് ഗ്രാന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അത് ക്യാൻസൽ ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഡെഫേർഡ് ഗവൺമെന്റ് ഗ്രാന്റ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ ബാലൻസ് എത്രയാണോ ഉള്ളത് അത് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെഫേർഡ് ഗവൺമെന്റ് ഗ്രാന്റ് ഡെബിറ്റ് ചെയ്യണം. ഇതിന്റെ ബാലൻസിങ് ഫിഗർ വല്ലതും ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകണം. നമ്മളൊരു പ്രോബ്ലം ചെയ്യും, മെത്തേഡ് 1 യൂസ് ചെയ്തിട്ടും മെത്തേഡ് 2 യൂസ് ചെയ്തിട്ടും ഒരു പ്രോബ്ലം സെയിം പ്രോബ്ലം ചെയ്യും.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെത്തേഡ് 1 പ്രകാരം മെത്തേഡ് 2 പ്രകാരം എങ്ങനെയാണ് ഗവൺമെന്റ് ഗ്രാൻഡിന്റെ റീഫണ്ട് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് പ്രൊമോട്ടർ കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി ഗവൺമെന്റിന്റെ അടുത്ത് ഗ്രാൻഡ് റിസീവ് ചെയ്യുന്നു, ഡെബിറ്റ് ക്യാഷ്. ഈ ഗ്രാൻഡ് പ്രൊമോട്ടർ കോൺട്രിബ്യൂഷൻ ആയതുകൊണ്ട് ക്യാപിറ്റൽ റിസർവിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇപ്പൊ റീഫണ്ട് ചെയ്യുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആയിരിക്കും, കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു, ഇപ്പൊ ക്രെഡിറ്റ് ക്യാഷ്. ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ക്യാപിറ്റൽ റിസർവ് ആണ്, അത് ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ആ ക്യാപിറ്റൽ റിസർവ് ക്യാൻസൽ ചെയ്യണം, ഇപ്പോൾ ഡെബിറ്റ് ചെയ്യണം. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷന് ക്യാപിറ്റൽ റിസർവ് ക്യാൻസൽ ചെയ്യണം. ക്യാപിറ്റൽ റിസർവ് ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് ക്യാപിറ്റൽ റിസർവ് ആൻഡ് ക്രെഡിറ്റ് ക്യാഷ്. ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം നോക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്ന പ്രോബ്ലം, ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന പ്രോബ്ലം ഓൾറെഡി പാർട്ട് 1ലും പാർട്ട് 2ലായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3യും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4ഉം. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 3 പ്രാക്ടീസ് ചെയ്യുന്നു. റീഫണ്ട് ഓഫ് ഗവൺമെന്റ് ഗ്രാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. X Limited, question number 3, X Limited received a government grant of rupees 2 crore from central government for the purpose of special machine during 2013-14. Cost of machine was rupees 20 crore and had a useful life of 9 years. During 2017-18, after 4 years, grant has become refundable due to non-fulfillment of certain condition. Assume grant was deducted from cost of machine in the year of acquisition. But assume ചെയ്യാൻ പറയുന്നത് ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്ത സമയത്ത് കോസ്റ്റ് ഓഫ് മെഷീൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ മെത്തേഡ് 1 ഫോളോ ആണ് ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി, ഷോ ജേർണൽ എൻട്രി ഫോർ റീഫണ്ട് ഓഫ് ഗവൺമെന്റ് ഗ്രാന്റ് ആൻഡ് കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ആഫ്റ്റർ റീഫണ്ട് ഓഫ് ഗവൺമെന്റ് ഗ്രാന്റ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സമ്മപ്പ് ചെയ്ത് ഇവിടെ ചെയ്യുന്നുണ്ട്. 2000 ക്വസ്റ്റ്യൻ നമ്പർ 3, 2013-14 ആണ് അസറ്റ് വാങ്ങിച്ചത്. ആ സമയത്ത് ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്തത് 2 crore. അസറ്റിന്റെ കോസ്റ്റ് 20 crore. റെക്കോർഡ് ചെയ്യാൻ മെത്തേഡ് 1 ആണ് യൂസ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ലെസ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് ഗ്രാന്റ് കാണിച്ചിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്. 9 years ആണ് യൂസ്ഫുൾ ലൈഫ്. ആൻഡ് 2017-18 ആയപ്പോൾ 4 years കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ടബിൾ ആയി മാറി. ഇപ്പൊ 2017-18 government grant became refundable. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ജേർണൽ എൻട്രി എന്താണ്. ഇപ്പൊ നമ്മൾ മെത്തേഡ് 1 ഫോളോ ചെയ്യുന്നത് കാരണം കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്തപ്പോൾ കോസ്റ്റിലോട്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ മെഷീനറി ആണ്, അപ്പൊ മെഷീന്റെ കോസ്റ്റിലോട്ട് ആഡ് ബാക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ ഡെബിറ്റ് ചെയ്യും. ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്യുമ്പോൾ ക്യാഷ് ആണ് കയ്യിൽ നിന്ന് പോകുന്നത്, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. ഗവൺമെന്റ് ഗ്രാന്റ് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതായിട്ടാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഡെബിറ്റ് മെഷീൻ, കിട്ടിയ ഗ്രാന്റ് 2 crore ആൻഡ് ക്രെഡിറ്റ് ക്യാഷ് 2 crore. ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്തു. സെക്കൻഡ് വൺ ക്വസ്റ്റ്യൻ പറയുന്നത് ഗവൺമെന്റ് ഗ്രാന്റിന് ശേഷം, റീഫണ്ടിന് ശേഷം എത്രയാണ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ആഫ്റ്റർ റീഫണ്ട് ഓഫ് ഗവൺമെന്റ് ഗ്രാന്റ്. ഇപ്പോൾ ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്യുന്നത് 2017-18 4 years കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം ഗവൺമെന്റ് ഗ്രാന്റിന്റെ ബേസിസിൽ ഈച്ച് ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് 2013-14 ബിഗിനിങ്ങിൽ മെഷീൻ പർച്ചേസ് ചെയ്തു. മെഷീന്റെ കോസ്റ്റ് 20 crore ആണ്. മെത്തേഡ് 1 ആണ് ഫോളോ ചെയ്യുന്നത്. മെത്തേഡ് 1 ഫോളോ ചെയ്യുന്നത് കാരണം ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്യുമ്പോൾ ഇത് റിസീവ് ചെയ്ത ഗവൺമെന്റ് ഗ്രാന്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ 2013-14 ഗവൺമെന്റ് ഗ്രാന്റ് കുറച്ചിട്ട് ബാലൻസ് റെഡ്യൂസ്ഡ് കോസ്റ്റ് 18 ആണ്. 2013-14 എൻഡിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. അസറ്റിന്റെ കോസ്റ്റ് 18 യൂസ്ഫുൾ ലൈഫ് 9, ഡിപ്രീസിയേഷൻ 2 crore ആണ്.
2013-14 എൻഡ് ചെയ്തു. ഇത് 2013-14 ഡിപ്രീസിയേഷൻ ആണ്. 2014-15 വീണ്ടും ഡിപ്രീസിയേഷൻ ചെയ്യും. 2 വർഷമായി. 2015-16 വീണ്ടും ഡിപ്രീസിയേഷൻ ചെയ്യുന്നു. 3 വർഷമായി. 2016-17 ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോ 4 വർഷം അസറ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്തു. ഇപ്പോ 8 crore ആണ് ഡിപ്രീസിയേഷൻ, 18 crore ആണ് റെഡ്യൂസ്ഡ് കോസ്റ്റ്. അപ്പോ ഇപ്പോ ആസ് ഓഫ് നൗ 2016-17 എൻഡില് അല്ലെങ്കിൽ 2017-18 ബിഗിനിങ്ങില് അസറ്റിന്റെ ക്യാരിയിങ് എമൗണ്ട് 10 crore ആണ്. 4 years കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഗ്രാന്റിന്റെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. ഗവൺമെന്റ് ഗ്രാന്റിന്റെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത് കാരണം ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്തു. മെത്തേഡ് 1 ആണ് ഗവൺമെന്റ് ഗ്രാന്റ് ഫോളോ ചെയ്യുന്ന സമയത്ത്, ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്ത സമയത്ത് ഫോളോ ചെയ്തിരുന്നത്. അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2017-18 4 yearsന് ശേഷം ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ആഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി എൻട്രി പാസ് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് മെഷീൻ, ക്രെഡിറ്റ് ക്യാഷ് ആണ്. മെഷീനിൽ വാല്യൂ ആഡ് ചെയ്തു. അതോടുകൂടി ഈ മെഷീന്റെ ക്യാരിയിങ് എമൗണ്ട് ഇപ്പോൾ ഉള്ള 10 crore പ്ലസ് റീഫണ്ട് ഓഫ് ഗവൺമെന്റ് ഗ്രാന്റ് 2 crore, ടോട്ടൽ ക്യാരിയിങ് എമൗണ്ട് 12 crore ആയിട്ട് മാറി. ക്യാരിയിങ് എമൗണ്ട് 12 crore ആയിട്ട് മാറി. അപ്പൊ ഇപ്പോൾ ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്തു. റീഫണ്ട് ചെയ്ത് 2017-18 ബിഗിനിങ്ങിലാണ്. 2017-18 എൻഡ് ആകുമ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഇപ്പൊ അസറ്റിന്റെ വാല്യൂ 12 crore ആയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 9 ചെയ്യരുത്, കാരണം 9 years ആയിരുന്നു യൂസ്ഫുൾ ലൈഫ്. ഓൾറെഡി 4 years തീർന്നിട്ടുണ്ട്. റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 5 ആണ്. അപ്പൊ ഡിപ്രീസിയേഷൻ ഈ വർഷം ചാർജ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഗ്രാന്റ് റീഫണ്ട് ചെയ്തതിനു ശേഷം 12/5 2.4 crore ആണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. Question number 4. Continuing the above question, if company had credited grant received to deferred government grant, show the journal entries for refund of government grant. ഇപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒറ്റ വ്യത്യാസം, മെത്തേഡ് 2 ആണ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ, അത് ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്ത സമയത്ത് ഡെഫേർഡ് ഗ്രാന്റ് ആയിരുന്നു കാണിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും റീഫണ്ട് ചെയ്യുമ്പോഴുള്ള എൻട്രി. ഇപ്പൊ റീഫണ്ട് ചെയ്യുമ്പോഴുള്ള എൻട്രി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്തത് 2 crore ആണ്, അതാണ് തിരിച്ചു കൊടുക്കുന്നത്. ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും 2 crore. ഡെബിറ്റ് ചെയ്യേണ്ടത് ഇനി എത്രയാണോ ഗവൺമെന്റ് ഗ്രാന്റില് ഡെഫേർഡ് ആയിട്ട് കാണുന്നത്, ലയബിലിറ്റി ആയിട്ട് കാണുന്നത്, അത് ക്യാൻസൽ ചെയ്യണം. ഗവൺമെന്റ് ഗ്രാന്റ് ഡെഫേർഡ് ഇൻകം ആയിട്ട് കാണിക്കുന്നത് ക്യാൻസൽ ചെയ്യണം. ബാലൻസ് ഉള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും, ബാലൻസിങ് ഫിഗർ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗവൺമെന്റ് ഗ്രാന്റിൽ ഡെഫേർഡ് ഇൻകത്തിന് എത്ര ബാലൻസ് ഉണ്ട് എന്നാണ്. ഇപ്പൊ ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്തത് 2013-14 ബിഗിനിങ്ങില്. ഗവൺമെന്റ് ഗ്രാന്റ് റിസീവ് ചെയ്യുന്നത് 2 crore ആണ്. ഇനി 2013-14 എൻഡില് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ റിസീവ് ചെയ്ത ഗ്രാന്റിലെ ഒരു പെർസെൻറ്റേജ്, ഒരു പ്രൊപ്പോർഷനേറ്റ് ബേസിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് ഈ ഗ്രാന്റ് റെക്കഗ്നൈസ് ചെയ്യും. എങ്ങനെയാണോ ഡിപ്രീഷിയേഷൻ ചെയ്യുന്നത് ആ മെത്തേഡിൽ, ഡിപ്രീസിയേഷൻ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ്. അപ്പൊ അതേ മെത്തേഡിലാണ് ഗ്രാൻഡും റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. 2 crore കിട്ടി, യൂസ്ഫുൾ ലൈഫ് 9 ആണ്. 2 crore ഡിവൈഡഡ് ബൈ 9 years. അപ്പൊ നിങ്ങളുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 2 crore ഡിവൈഡഡ് ബൈ 9 years. $2 crore divided by 9 years equal to 0.2222 crore ആണ്. ഇപ്പോൾ കാൽക്കുലേഷന്റെ പേർപ്പസിന്, ഈസി പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ 2 ഡെസിമൽ പോയിന്റ് എടുക്കുന്നേ ഉള്ളൂ. P&L ഇൻകം ആയിട്ട് കാണിക്കുന്നത് 0.22 crore. 2000 ഇപ്പൊ ബാലൻസ് ഉണ്ടാവുന്നത് 2013-14 എൻഡില്
ബിഗിനിങ്ങിൽ 2 crore റിസീവ് ചെയ്തു, അതിൽ 0.22 crore ഡിപ്രീസിയേഷന്റെ പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ എങ്ങനെയാണോ ഡിപ്രീഷൻ ചെയ്യുന്നത് അതിന്റെ ബേസിസിൽ P&L ഇൻകായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനിയും ഇൻകായിട്ട് കാണിക്കാനുള്ളത് റിസീവ് ചെയ്തതിൽ ഇനിയും ഇൻകായിട്ട് കാണിക്കാനുള്ളത് 1.78 ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗവൺമെന്റ് ഗ്രാന്റിലെ ഡെഫേർഡ് ഇൻകം. ഓൾറെഡി 2 crore കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഫുൾ 2 crore ഇൻകം ആയിട്ട് കാണിച്ചിട്ടില്ല. 0.22 crore ഇൻകം ആയിട്ട് 2013-14 റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. ബാലൻസ് 1.78 ഇനിയും റെക്കഗ്നൈസ് ചെയ്യാണ്ട്. നെക്സ്റ്റ് ഇയറിൽ 2014-15 എൻഡ് ആകുമ്പോൾ വീണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഏത് മെത്തേഡിലാണോ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്? ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്. അപ്പോൾ എല്ലാ വർഷം 0.22 ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴും ബാലൻസ് ഉണ്ടാവും 1.56 crore. 2014-15 അതായത് സെക്കൻഡ് ഇയർ ആയപ്പോൾ, ഫസ്റ്റ് ഇയർ ഇവിടെ എൻഡ് ചെയ്തു, സെക്കൻഡ് ഇയറിൽ എൻഡിൽ ഡെഫേർഡ് ഇൻകായിട്ട് ഇനിയും കാണിക്കാനുണ്ട്. ഇത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നതാണ് ഗവൺമെന്റ് ഗ്രാന്റ് ഡെഫേർഡ് ഇൻകം. തേർഡ് ഇയറിൽ 2015-16 എൻഡ് ആകുമ്പോൾ വീണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം റെക്കഗ്നൈസ് ചെയ്യും. ഇൻകം റെക്കഗ്നൈസ് ചെയ്യുന്നത് 0.22 crore. ബാലൻസ് ഉണ്ടാവുന്നത് 1.34. 0.22 crore, 1.34. 2015-16 എൻഡിൽ ഗവൺമെന്റ് ഗ്രാന്റ് ഡെഫേർഡ് ഇൻകം ആണത്. ഫോർത്ത് ഇയർ 2016-17 എൻഡ് ആകുമ്പോൾ വീണ്ടും ഒരു P&L ഇൻകം റെക്കഗ്നൈസ് ചെയ്യും. 0.22 crore, 1.12 crore ആണ് 2016-17 എൻഡിൽ ഡെഫേർഡ് ഇൻകായിട്ട് ഉണ്ടാവുന്നത്. 2016-17 എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2017-18 ബിഗിനിങ്ങിലും ഡെഫേർഡ് ഇൻകായിട്ട് 1.12 crore ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇപ്പൊ ബാലൻസ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നത് ഡെഫേർഡ് ഇൻകായിട്ട്. അപ്പൊ നമ്മുടെ എൻട്രി ഇതായിരുന്നു. ഡെബിറ്റ് ഗവൺമെന്റ് ഗ്രാന്റ് എത്രയാണോ ഡെഫേർഡ് ഇൻകം ബാലൻസ് ഉള്ളത് 1.12 crore. ബാലൻസിങ് ഫിഗർ ആയിട്ട് 2 1.12 കുറയ്ക്കുമ്പോൾ 0.88 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് റൈറ്റ് ഓഫ് ചെയ്യും. ജസ്റ്റ് നോക്കിയാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആക്ച്വലി റൈറ്റ് ഓഫ് ചെയ്യുന്നത് എത്രയാണോ ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത് അതാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പഠിക്കരുത്. ഡെഫേർഡ് ഇൻകം ഗവൺമെന്റ് ഗ്രാന്റ് കാണിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ എത്രയാണോ ഡെഫേർഡ് ഇൻകം ഇനി ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നത് അത് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക. ഈ ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും ബാലൻസിങ് ഫിഗർ ഉള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ റൈറ്റ് ഓഫ് ചെയ്യും. തേർഡ് ക്വസ്റ്റ്യനും തീർന്നു, ഫോർത്ത് ക്വസ്റ്റ്യനും തീർന്നു. റീഫണ്ട് ഓഫ് ഗവൺമെന്റ് ഗ്രാന്റിൽ ഇനിയും 2 ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത പാർട്ട് 4 എന്റെ ക്ലാസ്സിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇനിയും കുറച്ചധികം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഷെയർ ചെയ്തത് കറക്റ്റ് സമയത്ത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.